നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്തയ്ക്ക് ദൈവശാസ്ത്ര സർവകലാശാലയായ സെറാംപൂർ യൂണിവേഴ്സിറ്റി DD ഹൊണോറിസ് കോസ ബിരുദം നൽകി ആദരിച്ചു. അക്കാദമിക, സാമൂഹിക, എക്യുമെനിക്കൽ, ആധ്യാത്മിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഡോക്ടറേറ്റ് നൽകിയത്. സെറാംപൂർ കോളേജിൽ നടന്ന 98ാമത് ബിരുദദാന ചടങ്ങിൽ കോളേജ് ബിഷപ്പ് അനിൽകുമാർ സെർവൻ ബിരുദം സമ്മാനിച്ചു. ഡോക്ടർ ആൻഡ്രൂ റെൻടൺ മെയിൻ മുഖ്യ സന്ദേശം നൽകി. മെത്രാപ്പൊലിത്ത മറുപടി പ്രസംഗം നടത്തി. ദാരിദ്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും മധ്യത്തിൽ പ്രവാചക ശബ്ദമായി മാറുവാൻ വൈദികർക്ക് കഴിയണമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ചരൽക്കുന്നിൽ ആരംഭിച്ച മാർത്തോമ സഭ വൈദിക വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പൊലിത്ത. ദരിദ്രരെ കരുതുകയും സഭയിൽ ലളിത ജീവിതം പ്രോത്സാഹിപ്പിക്കുകയും വേണം. യുദ്ധങ്ങളെയും അക്രമങ്ങളെയും എതിർക്കണം. മറ്റു മതസമൂഹങ്ങളുമായി സഹകരിക്കണം. വിഭജിക്കുന്നതിലല്ല, ഒന്നിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ വേണ്ടതെന്നും മെത്രാപ്പൊലിത്ത കൂട്ടിച്ചേർത്തു. നീതി, സമാധാനം, പരിസ്ഥിതി എന്നിവയ്ക്കായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നമുക്കിടയാകണം. വ്യത്യാസങ്ങളെ സത്യസന്ധമായി അംഗീകരിക്കുമ്പോൾ തന്നെ പരസ്പര ധാരണ തേടുവാനായിട്ട് നാം ആഗ്രഹിക്കണം. കോൺഫറൻസ് പ്രസിഡന്റ് മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ യുവാക്കി മാർ കൂർലോ സഫ്രഗൻ മെത്രാപ്പൊലിത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപ്പൊലിത്ത, എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തിമോത്തിയോസ്, ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ്, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, ഡോക്ടർ തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രേം, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് മാത്യു ജോൺ, കൺവീനർ റവറന്റ് KM ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. 75ാം ജന്മദിനം ആഘോഷിച്ച ഡോക്ടർ യുവാക്കി മാർ കൂർലോ സഫ്രഗൻ മെത്രാപ്പൊലിത്തയ്ക്ക് ജന്മദിന ആശംസകൾ നേർന്നു. വൈദിക ട്രസ്റ്റി റവറന്റ് ഡേവിഡ് ഡാനിയൽ സഭയുടെ ഉപഹാരം സമർപ്പിച്ചു. നിത്യാവിശ്വാസ പ്രമാണം, പ്രഖ്യാപനം, ചരിത്രം, സാക്ഷ്യം എന്ന പഠന വിഷയത്തിൽ ചർച്ചകളും പഠനങ്ങളും നടന്നു. ഡോക്ടർ മാർക്ക് ഡേവിഡ് ചാപ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. വിരമിച്ച വൈദികരെ ആദരിച്ചു. പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച വൈദികർക്ക് ആശംസകൾ നേർന്നു. സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. മെത്രാപ്പൊലിത്തയുടെ സമാപന സന്ദേശത്തോടെ 4 നാൾ നീണ്ട കോൺഫറൻസിന് സമാപനമായി. കോട്ടയം മാർത്തോമ വൈദിക സെമിനാരിയുടെ 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ആരംഭിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യത്തെ ചേർത്തുപിടിക്കുന്നതിനോടൊപ്പം നവീകരണത്തിന്റെ ദൂരക്കാഴ്ചകളെ ഉൾക്കൊള്ളുവാനും കഴിയണമെന്ന് മെത്രാപ്പൊലിത്ത ആഹ്വാനം ചെയ്തു. മറ്റുള്ളവരെ കുറിച്ചുള്ള ഭയം ബോധപൂർവം വളർത്തുമ്പോൾ എക്യുമെനസ് ദർശനം ഉൾക്കൊള്ളുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നേതാക്കളെ ഇന്ന് ഭാരത സഭയ്ക്ക് ആവശ്യമുണ്ട്. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ ഡോക്ടർ മാർക്ക് ചാപ്മാൻ മുഖ്യ സന്ദേശം നൽകി. ഡോക്ടർ യുവാക്കി മാർ കൂർലോ സഫ്രഗൻ മെത്രാപ്പൊലിത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപ്പൊലിത്ത, മന്ത്രി VN വാസവൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ്, ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടിൽ, ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, ബിഷപ്പ് ജോസ് ജോർജ്, ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ, സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ, സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, റവറന്റ് ഡോക്ടർ MC തോമസ്, റവറന്റ് ഡോക്ടർ ജോൺ ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. 75ാം ജന്മദിനത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകൾക്കായി വാസഗൃഹം ഒരുക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഡോക്ടർ യുവാക്കി മാർ കൂർലോ സഫ്രഗൻ മെത്രാപ്പൊലിത്ത ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ കുഴിക്കാല മാർത്തോമ പള്ളിയിൽ ഒരുക്കിയ ജന്മദിന സ്തോത്ര ശുശ്രൂഷ മധ്യേ പുതിയ കരുതൽ പദ്ധതിയുടെ അടിസ്ഥാന ശില മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ആശീർവദിച്ചു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പയും വികാരി ജനറൽമാരും വൈദികരും വിശ്വാസ സമൂഹവും സന്നിഹിതരായിരുന്നു. രാവിലെ പള്ളിയിൽ ആരംഭിച്ച സ്തോത്ര ശുശ്രൂഷയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഡോക്ടർ യുവാക്കി മാർ കൂർലോ സഫ്രഗൻ മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികനായി. ശുശ്രൂഷ മധ്യേ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ശില ആശീർവദിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കുടുംബ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസ് മുഖ്യ സന്ദേശം നൽകി. CSI ബിഷപ്പ് തോമസ് സാമുവൽ, സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, സീനിയർ വികാരി ജനറൽ റവറന്റ് മാത്യു ജോൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജിജു ജോസഫ്, റവറന്റ് അലക്സാണ്ടർ വർഗീസ്, ഭദ്രാസന സെക്രട്ടറി റവറന്റ് തോമസ് സക്രിയ, റവറന്റ് ഡീപ്പൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസനത്തിന്റെ ജന്മദിന ഉപഹാരം ട്രഷറർ ജോജി ചെറിയാൻ സമ്മാനിച്ചു. മാരാമൺ കൺവെൻഷന്റെ 131ാമത് മഹായോഗം ഫെബ്രുവരി 8 മുതൽ 15 വരെ പമ്പ മണൽപ്പുറത്ത് നടക്കും. കൺവെൻഷൻ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ അറിയിച്ചു. മണൽപ്പരപ്പിലേക്കുള്ള പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഡിസംബർ 1 നിർവഹിക്കും.
തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ചെപ്പള്ളിക്കടവിൽ നടക്കുന്ന ചടങ്ങിൽ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പയും സഭയിലെ മറ്റ് മേൽപ്പട്ടക്കാരും സന്നിഹിതരായിരിക്കും. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ടിബറ്റിയൻ ബോർഡർ മുതൽ കന്യാകുമാരി വരെയുള്ള മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാരുടെയും സുവിശേഷകരുടെയും അഖിലേന്ത്യാ കോൺഫറൻസ് നവംബർ 30 മുതൽ ഡിസംബർ 3 വരെ ചരൽക്കുന്നിൽ നടത്തും. 30 വൈകുന്നേരം 6:30 മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. ദൗത്യത്തിന്റെ പുനർനിർവചനം, അപ്പസ്തോലിക വിളിയും നിയോഗവും എന്നതാണ് മുഖ്യ ചിന്താവിഷയം. മാർത്തോമാ സഭയിലെ മേൽപ്പട്ടക്കാരെ കൂടാതെ റവറൻ ഡോക്ടർ ഷിബു കുര്യൻ, റവറൻ അലക്സ് പീറ്റർ, റവറൻ ഈപ്പൻ മാത്യു, റവറൻ ജോൺ ജി വർഗീസ് എന്നിവർ നേതൃത്വം നൽകും. ഭാരതത്തിലെ വർത്തമാനകാല സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ ദൗത്യവും നിയമവശങ്ങളും എന്നതിനെ ആസ്പദമാക്കി റവറൻ ഡോക്ടർ ഏബ്രഹാം മാത്യുവും മാർത്തോമാ സഭയുടെ ആരാധനയും വിശ്വാസാചാരങ്ങളും എന്ന വിഷയത്തിൽ റവറൻ സിബു പള്ളിച്ചിറയും ക്ലാസുകൾ നയിക്കും. മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ, റവറൻ ടി ബാബു, ഇവാഞ്ചലിസ്റ്റ് ജയരാജ് SL എന്നിവർ മിഷൻ ഫീൽഡ് അനുഭവങ്ങൾ പങ്കുവെക്കും. മേഖലാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചർച്ചകൾക്ക് വേദിയൊരുക്കപ്പെടും. വിവിധ ദിനങ്ങളിൽ കേരളം, കർണാടക, തെലുങ്ക്, ഹിന്ദി, തമിഴ് മേഖലകളിലെ മിഷണറിമാരുടെയും സുവിശേഷകരുടെയും ആതിഥേയത്വത്തിൽ ആരാധന ക്രമീകരിക്കും. ഭാരതത്തിലെ വിവിധ മിഷൻ ഫീൽഡുകളിലെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന ഡോക്യുമെന്ററിയുടെ അവതരണവും പരിചയപ്പെടുത്തലും മിഷൻ കോർഡിനേറ്റർമാരായ റവറൻ സാബു തോമസ്, റവറൻ റൊണാൾഡ് രാജു എന്നിവരുടെ നേതൃത്വത്തിൽ നിർവഹിക്കും. മിഷൻ ഫീൽഡുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്വിസ് മത്സരവും ഉണ്ടാകും. സമാപന ദിനമായ ഡിസംബർ 3 വിശുദ്ധ കുർബാനയ്ക്ക് സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജനറൽ സെക്രട്ടറി റവറൻ ABK ജോഷുവ, സഞ്ചാർ സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ലേഖക സെക്രട്ടറി പ്രൊഫസർ ഏബ്രഹാം P. മാത്യു, ട്രഷറർ ഡോക്ടർ AB തോമസ് വാരിക്കാട് എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ നിന്നും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മിഷണറിമാരും സുവിശേഷകരും കോൺഫറൻസിൽ സംബന്ധിക്കുമെന്ന് ജനറൽ സെക്രട്ടറി റവറൻ ABK ജോഷുവ അറിയിച്ചു. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പൊലിത്തയെ അനുസ്മരിച്ച് തിരുവനന്തപുരം JMM സ്റ്റഡി സെന്റർ. സ്റ്റഡി സെന്ററിൽ നടന്ന സ്മാരക പ്രഭാഷണത്തിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ റിലേഷൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. കാരണം ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഹൈലി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ഫ്ലോ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാം തന്നെ. Now, social justice എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, ഹ്യൂമൻ റിലേഷൻഷിപ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് കംസ് ഔട്ട് ഓഫ് ദോസ് റിലേഷൻഷിപ്സ് എലോൺ. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത, സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, സഭാ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, ഭദ്രാസന സെക്രട്ടറിയും സ്റ്റഡി സെന്റർ ഡയറക്ടറുമായ റവറൻ ഷിബു പ്ലാവലയിൽ, ഡോക്ടർ KN നയനാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഡൽഹി ഭദ്രാസന കൺവെൻഷന് അനുഗ്രഹീത സമാപനം. മയൂർ വിഹാർ സെന്റ് സ്റ്റീഫൻസ് മാർത്തോമാ പള്ളിയിൽ ആരംഭിച്ച കൺവെൻഷൻ ഭദ്രാസനാധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഇവാഞ്ചലിസ്റ്റ് സുബി പള്ളിക്കൽ മുഖ്യ പ്രാസംഗികനായിരുന്നു. സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന യുവജന കൺവെൻഷനിൽ നിതിൻ തോമസ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. യുവജന സഖ്യം ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ ജോയൽ തോമസ് ഏബ്രഹാം പ്രസംഗിച്ചു. ഞായറാഴ്ച രാവിലെ ഡൽഹി ഗാസിയാബാദ് മാർത്തോമാ പബ്ലിക് സ്കൂളിൽ ഒരുക്കിയ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് മാർ അപ്രേം എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായിരുന്നു. സമാപന യോഗത്തിൽ ഭദ്രാസന ട്രഷറർ AJ ഫിലിപ്പ്, സെക്രട്ടറി റവറൻ സാം ഏബ്രഹാം, വികാരി ജനറൽ വെരി റവറൻ ഡാനിയൽ തോമസ്, റവറൻ ലിജു ജോൺ, റവറൻ ബിനു ജെ വർഗീസ്, ബിനോയ് ജോസഫ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. ജീവിത ദർശനം ആർദ്രതയുടെയും കരുതലിന്റെയും ദൃഷ്ടാന്തമാകണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത. ഹരിപ്പാട് കാവൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വിഹാര ഗൃഹ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലിത്ത. ഏകാന്തതയിൽ സഖിത്വം നൽകുവാനും രോഗികൾക്ക് സാന്ത്വനം പകരുവാനും കഴിയണമെന്നും മെത്രാപ്പൊലിത്ത ആഹ്വാനം ചെയ്തു. സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു. രമേശ് ചെന്നിത്തല MLA, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ഭദ്രാസന സെക്രട്ടറി തോമസ് സക്രിയ, ട്രസ്റ്റി ജോജി ചെറിയാൻ, നഗരസഭാ ചെയർമാൻ KK രാമകൃഷ്ണൻ, കാവൽ വൈസ് പ്രസിഡന്റ് റവറൻ ഈപ്പൻ ഏബ്രഹാം, ഡയറക്ടർ റവറൻ ഷിബു തോമസ് കറിയ, സെക്രട്ടറി S. ബാബു, ട്രഷറർ സുരേഷ് ബേബി, റവറൻ ജോർജ് തോമസ്, റവറൻ സക്രിയ ജോൺ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പാവൂർ മാർത്തോമാ കോളേജിൽ ശാസ്ത്ര സാങ്കേതിക കലാ പ്രദർശനമായ മാർത്തോമെക്സ് 2025 ആരംഭിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സുവിശേഷ സംഘം പ്രസിഡന്റും കോളേജ് മാനേജറുമായ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. കുസാറ്റ് രജിസ്ട്രാർ ഡോക്ടർ AU അരുൺ, സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറി റവറൻ ABK ജോഷുവ, പ്രിൻസിപ്പൽ ഡോക്ടർ ലത P. ചെറിയാൻ, കോളേജ് ട്രഷറർ PK കുരുവിള, സിഫ് ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബിബിൻ കുര്യാക്കോസ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ വിനീത് കുമാർ എന്നിവർ പ്രസംഗിച്ചു.
30 ഞായർ വൈകുന്നേരം 4:30 ചേരുന്ന സമാപന സമ്മേളനത്തിൽ ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ബി സുജ എന്നിവർ പ്രസംഗിക്കും. മാർത്തോമ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ക്രിസ്മസ് ഗാനസന്ധ്യ ഡിസംബർ 7 ആനപ്രമ്പാൽ മാർത്തോമ പള്ളിയിൽ നടത്തും. വൈകുന്നേരം 5 ആരംഭിക്കുന്ന ഗാനസന്ധ്യയിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത സന്ദേശം നൽകും. സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ്, ആനപ്രമ്പാൽ ഇടവക ക്വയറുകൾ ഗാനശുശ്രൂഷ നിർവഹിക്കും. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോം.